പിന്നൊരു ചെറിയ വീഡിയോ ഉണ്ട്. അപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്, നമ്മുടെ ജൂലിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ പാറുവാണെങ്കിൽ നേരം വെളുത്തപ്പോൾ തന്നെ ഇങ്ങനെ മോങ്ങിക്കൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ പാറുവിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഒരാൾ വാതിക്കെ വന്ന് ഇങ്ങനെ എത്തി നോക്കാനായിരുന്നു എൻ്റെ കാണുന്നത്. നമ്മുടെ അടുക്കള വാതിൻ്റെ അതിൽ കൂടെ ഉണ്ടോ നേരെ റൂമിലോട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പാറൂസിൻ്റെ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ ജൂലിയാണെങ്കിൽ എന്തോ ഇങ്ങനെയുള്ള പോലെ ഇങ്ങനെ എത്തി കഴിഞ്ഞ് നോക്കിയിട്ട് എന്താണ് ഇവള് കരയണേ എന്നുള്ളത്. നമ്മുടെ പാറൂസിൻ്റെ ഇടയ്ക്കുള്ള ഒരു ശീലമുണ്ട്. ഇടയ്ക്ക് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നല്ല കുട്ടിയായിട്ട് എണീറ്റ് ചില നേരത്തെ ഇങ്ങനെ ഭ്രാന്തിച്ച് പോലെ. അപ്പോൾ നമ്മുടെ ജൂലി നമ്മൾ പാറൂസിനെ എടുത്തിട്ട് ജൂലിയുടെ വന്നിട്ട് അവരുടെ കരച്ചിലൊക്കെ ഒന്ന് മാറിയായിരുന്നു. ജൂലിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ പേടിയൊന്നും കേട്ടോ നമ്മുടെ പാറുവിൻ്റെ ജൂലിനെ. നമ്മൾ താഴെ നിർത്തി കൊടുത്ത് അവളെ തൊടാൻ വേണ്ടി ഓർഡർ വഴിയൊക്കെ കിടന്ന് കാണിക്കും, പേടിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ജൂലിനെയൊക്കെ നോക്കിയിട്ട് അവൾ ചിരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ആളെ ഞാൻ കെട്ടിട്ടില്ല. ഇന്ന് കാലത്ത് ഞാനല്ല കേട്ടോ കെട്ടിയത്, ജൂലിനെ അമ്മ ഉണ്ട് കെട്ടിയത്. കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ജൂലിനെ കെട്ടിയായിരുന്നു. നമ്മൾ പാറു ജൂലിനെ നോക്കി ചിരിക്കിയിട്ട് അങ്ങനെ അവളുടെ കരച്ചിലൊക്കെ മാറിയുണ്ട്. മഴയൊക്കെ കാരണം ആകെ നനഞ്ഞ് വളവളാന്നിരിക്കേണ്ട സൈഡൊക്കെ. അപ്പോൾ രാത്രി നമ്മൾ ജൂലിനെ അയച്ചിടാറുണ്ട്, കാലത്താണ് നമ്മളപ്പോൾ അവളെ കെട്ടിടാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ജൂലിനെ ഒന്ന് നടക്കാനായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ നാളായിട്ട് ജൂലിനെ നടക്കാനാണ് കൊണ്ടിട്ട്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ജൂലിനെ വൈകുന്നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടത്താൻ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പാറു അതിന് ശേഷം അങ്ങനെ നടക്കാനൊന്നും അങ്ങനെ കൊണ്ടുപോകാറൊന്നുമില്ലായിരുന്നു. പിന്നെ പാറുവിനെ കൊണ്ടാണ് ഞാൻ നടക്കാൻ പോവാറ്. അവളെ നമുക്ക് പിടിക്കാൻ പറ്റില്ല, കാരണം അവൾ റോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഷൂ എന്ന് പറഞ്ഞാണ് ഓർഡർ കണ്ടില്ലേ, നമുക്ക് അവളുടെ പോടാനും പറ്റില്ല. അപ്പോൾ എനിക്ക് പാറുവിനെ പിടിച്ചിട്ട് ഇവളെ പിടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇടയ്ക്കൊന്നും അങ്ങനെ ആൾക്കാരില്ലേ. പിന്നെ എന്തോ തോന്നിയപ്പോൾ ഇന്ന് ജൂലിനെ ജസ്റ്റ് ഒന്ന് നടക്കാൻ കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ ആളിങ്ങനെ അങ്ങാടും ഇങ്ങോട്ട് മണക്കുക, എന്താ പറയുക, മൂത്രമൊഴിക്കുക, മൂത്രമൊഴിക്കുക, അങ്ങനെ ഉണ്ട്. പട്ടികളുടെ ശീലം അങ്ങനെയല്ലേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ അപ്പോൾ അവർക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ വല്ല മണമൊക്കെ ഒന്നും ഇങ്ങനെ പിടിച്ച് നടക്കുന്നവർക്ക് ഗേറ്റ് തുറന്നിടുമ്പോൾ കുറേ ഇതേപോലത്തെ പുലിപ്പട്ടി പോലത്തെ മോഡൽ പട്ടികളൊക്കെ ഇടയ്ക്ക് വന്ന് പോവാറുണ്ട്. അവരിവിടെ നിന്ന് വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മാത്രമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജൂലിനെ കെട്ടിയിട്ട് പിന്നെ ഞാനും പാറും കൂടി ഇറങ്ങിയിട്ട് വൈകുന്നേരമായിപ്പം പാറൂസിനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല മിടുക്കി കുട്ടി സുന്ദരിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് വഴിയിലോട്ട്. അപ്പം ഞങ്ങൾ വഴിയിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ നേരെ വീട്ടിൽ ഓപ്പോസിറ്റിൽ ആ ചേച്ചി അവിടെ നിന്ന് പാറൂസിനെ കളിപ്പിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു കേട്ടോ. അതെ, ജൂലിനെ നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന സമയത്താണ് നമ്മളെന്നും പോകാറുള്ള വീട്ടിലെ ചേച്ചിയും കൊച്ചും കൂടി വഴിയിലോട്ട് എന്തോ അവൾ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് നടന്നിട്ട് ഇതാണ്ട് നമ്മൾ വർത്തമാനം പറയാനുള്ള വീട്ടിൽ നേരെ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ. ആളുടെ മോളാണ് ജിഫി ചേച്ചി എന്ന് പറഞ്ഞത്. നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് കുറച്ചാൾ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ വഴിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കേണ്ടത്. അപ്പോൾ അവിടെ അമ്മ ഉണ്ട് കേട്ടോ, നമ്മുടെ പാറുവിൻ്റെ കൂട്ടുകാരിയുണ്ട്. നമ്മൾ 4 മാസത്തിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. അവൾക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ആളൊരു ബേഴ്സൊക്കെ പിടിച്ചിട്ടാണ്ടിരിക്കുന്നത്. ആൾ അംഗൻവാടി ടീച്ചറാണ് ആളുടെ അമ്മ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ വന്ന് നിന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ അങ്ങോട്ട് പോകട്ടെ. അവിടെയാണ് നമ്മൾ പിള്ളേർ സെറ്റൊക്കെ വന്ന് നിൽക്കാറുള്ളത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ അധികം പിള്ളേരൊന്നും അങ്ങനെ ഇറങ്ങണില്ല. എന്നാലും നമ്മളിപ്പോൾ 6 വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വാശി പിടിക്കുമ്പോൾ നമ്മൾ അവളെ കൊണ്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വീട്ടിൽ അവരുടെ പുറയിൽ തന്നെ അവരുടെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് കണ്ട് പോയേക്കണം. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നല്ല കളിയാണ്. അപ്പോൾ നമ്മുടെ അമ്മ ആണെങ്കിൽ എന്താ പറയുക, പിള്ളേർക്ക് ഇങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടല്ലോ. സ്നേഹം കൊണ്ട് വന്ന് ഇറുക്കുക, കെട്ടിപ്പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ എന്തൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്ക് കേൾക്കുമ്പോൾക്ക് ഇഷ്ടപ്പെടണില്ല. അപ്പോഴത്തെ വീഡിയോ ആയിട്ട്